ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ജനറേറ്റീവ് AI കേപ്പബിലിറ്റീസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന AWS ബെഡ്റോക്കിനെ കുറിച്ചും അതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജനറേറ്റീവ് AI മോഡൽസിനെ കുറിച്ചും ഈ മോഡൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതിനെ നമുക്ക് എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ പ്രോജക്റ്റിൽ കൊണ്ടുവരാമെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട. ആമസോൺ ബെഡ്റോക്ക് എന്ന് പറയുന്നത് ആമസോണിൻ്റെ AI ML സ്റ്റാക്കിൽ ഏറ്റവും മുകളിലത്തെ ലെയറിലുള്ള ഒരുപാട് ജനറേറ്റീവ് AI കേപ്പബിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. ഈ ആമസോൺ ബെഡ്റോക്ക് എന്ന് പറയുന്ന സർവീസ് നമ്മുടെ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ആമസോൺ ബെഡ്റോക്കിനകത്ത് നമുക്ക് പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് പല കപ്പാസിറ്റിയിലുള്ള മോഡൽസ്, പല മൊഡാലിറ്റിയിലുള്ള മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചുള്ള ഒരു മോഡൽ സെലക്ട് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ആമസോൺ ബെഡ്റോക്ക് എന്ന് പറയുന്ന സർവീസിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ബെഡ്റോക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആദ്യം കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആമസോൺ ബെഡ്റോക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓവർവ്യൂ പേജിലാണ്. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, ഒരുപാട് ബോക്സസ് ഉണ്ട്. ഞാൻ വേറെ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത്രയും ബോക്സ് എംപ്റ്റി ആണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിസ്കവറിൻ്റെ താഴെ മോഡൽ കാറ്റലോഗ് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ മോഡൽ കാറ്റലോഗിനകത്ത് ആമസോൺ ബെഡ്റോക്കിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽസും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്ന മോഡൽസ് മാത്രം നമുക്ക് കണ്ടാൽ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതെല്ലാം ടൈറ്റൻ, നോവ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ മോഡൽസും നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് പ്രൊവൈഡേഴ്സ് വേണ്ട, മൊഡാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ആണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇമേജ് പ്രോസസ്സിംഗ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ താഴെ മൊഡാലിറ്റിയിൽ ഇമേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇമേജ് ടു ഇമേജ് കൺവേർഷൻ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു ഇമേജ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു ഇമേജ്, അതുപോലെ ഇമേജ് ടു ഇമേജ്, ഇങ്ങനെ ഇമേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മോഡൽസും നമുക്കിവിടെ അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഏത് മോഡലാണോ വേണ്ടത്, ഇപ്പോൾ ഡീപ് സീക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മോഡലിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ഒരു മോഡലിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ മോഡലിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ അറിയാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് ആമസോൺ ബെഡ്റോക്കിനകത്ത് വരുന്ന സമയത്ത് ഈ മോഡൽസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ആക്സസ് കാണണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്സസ് റിക്വസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഏത് മോഡലാണോ വേണ്ടത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കൊഹിയറിൻ്റെ ഏതെങ്കിലും ഒരു മോഡൽ, ഈ ഒരു മോഡൽ എനിക്ക് വേണമെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ താഴെ അവൈലബിൾ ടു റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ ആക്സസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ വരും. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് മോഡലാണോ വേണ്ടത് ആ ഒരു മോഡൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എല്ലാ മോഡൽസും ഞാൻ എനേബിൾ ചെയ്യാൻ പോകും. സോ അങ്ങനെ എനേബിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ സ്പെസിഫിക് മോഡൽസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സൈഡിൽ നമുക്ക് ടിക്ക് ചെയ്യാനുള്ള ഒരു ബോക്സ് വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴെ പോയിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ആക്സസ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മോഡൽസും ഞാനിപ്പോൾ എനേബിൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ എനേബിൾ ഓൾ മോഡൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽസും സെലക്ട് ആവും. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ യൂസ് കേസ് ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മിനിറ്റുകൾക്കകം നമ്മുടെ മോഡൽസിനെല്ലാം ആക്സസ് ഗ്രാൻഡ്, ഇൻ കേസ് ആക്സസ് ഗ്രാൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ റീസണും പറഞ്ഞിട്ട് നമുക്കിവിടെ മെസ്സേജ് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ കേസിൽ ഇത്രയും മോഡൽസിന് ആക്സസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, തിരിച്ച് ആമസോൺ ബെഡ്റോക്കിൻ്റെ മെയിൻ പേജിലേക്ക് പോകാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളിപ്പോൾ എനേബിൾ ചെയ്ത ഒരു മോഡൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഈ ഡിസ്കവറിൻ്റെ തൊട്ട് താഴെയായിട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടെസ്റ്റിൻ്റെ താഴെ ഇവിടെ ചാറ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പേജിലേക്ക് പോകാം. ഇനി ഈ ഒരു പേജിൽ നമ്മൾ ഏത് മോഡലാണോ ടെസ്റ്റ് ചെയ്യേണ്ട ആ മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്ന ഈ ആന്ത്രോപ്പിക്കിനകത്ത് ക്ലൗഡ് ഓപ്പസ് എന്ന് പറയുന്ന പുതിയ മോഡൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഇൻഫറൻസും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചാറ്റ് ജിപിടിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ലെഫ്റ്റിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തിരിച്ച് ഇതിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ഇൻ മദ്രിദ്, സ്പെയിൻ. ഞാൻ റൺ ചെയ്യുകയാണ്. കണ്ടില്ലേ, നമുക്ക് ഒരു റെസ്പോൺസ് കിട്ടി. സോ ബേസിക്കലി ഇപ്പോൾ നമുക്ക് ഒരു നീണ്ട ഒരു റെസ്പോൺസാണ് തരുന്നത് അല്ലേ. സോ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് നമുക്കൊരു 100 കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്തായിരിക്കും റെസ്പോൺസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചെറിയൊരു റെസ്പോൺസ് കിട്ടിയല്ലേ. ഈ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് എത്ര ടോക്കൺസ് അത് റെസ്പോൺസ് ആയിട്ട് ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ടോക്കൺസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രിങ് കൊടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോഴത്തേക്ക് അതിനെ ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് AI മോഡൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് റെസ്പോൺസ് തരുന്നത് ടോക്കണിനെ വേർഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്താണ് തരുന്നത്. സോ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ചെറിയ ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് നോക്കാം. തൽക്കാലത്തേക്ക് നമുക്കൊരു 10 കൊടുത്തു നോക്കാം. ഓക്കെ, എന്തായിരിക്കും റെസ്പോൺസ് എന്ന് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ കണ്ടില്ലേ, നമ്മൾ 10 കൊടുത്തപ്പോഴത്തേക്കും വളരെ ചെറിയൊരു റെസ്പോൺസാണ് തന്നതല്ലേ. ഇതിന് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. സോ അതാണ് മാക്സിമം ലെങ്ത് എന്ന് പറയുന്ന പാരാമീറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ലെങ്ത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. അതായത് നമ്മളൊരു ക്വറി കൊടുക്കുന്ന സമയത്ത് തിരിച്ച് കിട്ടുന്ന റെസ്പോൺസിൻ്റെ മാക്സിമം ടോക്കൺ ലെങ്ത് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ ഇപ്പോൾ ഞാൻ തിരിച്ച് 1000 ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ റാൻഡംനെസ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റാൻഡമായിട്ടുള്ള കുറേ കൂടെ ക്രിയേറ്റീവായിട്ടുള്ള റെസ്പോൺസസ് നമുക്ക് നമ്മുടെ AI മോഡൽ തരും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മോഡലും വേറൊരു മോഡലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ കമ്പയർ മോഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ക്ലൗഡ് ഓപ്പസ് 4.1ഉം ഇവിടെ നമുക്ക് തൽക്കാലത്തേക്ക് ഡീപ് സീക്കിൻ്റെ ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്ത് നോക്കാം. അപ്ലൈ കൊടുക്കുക. ഓക്കെ, മറ്റേത് തന്നെയാണ്. സോ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു സീ ഇൻ മദ്രിദ്, സ്പെയിൻ. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ 2 മോഡലിലും ഒരേ സമയം ഈ ഒരു ക്വറി റൺ ആവുകയാണ്. ഇവിടെ നമുക്ക് ഡീപ് സീക്കിൽ ഓൾറെഡി നമുക്കൊരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് റെസ്പോൺസ് വന്നു കഴിഞ്ഞു. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഡീപ് സീക്കും അതുപോലെ തന്നെ ക്ലൗഡ് ഓപ്പസും നമുക്ക് തരുന്ന റെസ്പോൺസുകൾ തമ്മിലുള്ള വ്യത്യാസം. നമുക്കിങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മോഡൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ് ആമസോൺ ബെഡ്റോക്കിൽ നിന്ന്. അതുകൂടാതെ തന്നെ ഇവിടെ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ പ്ലേഗ്രൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. തൽക്കാലം നമുക്ക് ആമസോണിൻ്റെ നോവ ക്യാൻവസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യാം. ഓൺ ഡിമാൻഡ് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ആക്ഷനാണ് വേണ്ടത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ തൽക്കാലത്തേക്ക് ജനറേറ്റ് ഇമേജ് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോയും ബാക്കി കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്പർ ഓഫ് ഇമേജസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ തൽക്കാലത്തേക്ക് 1 കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് 2 കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുകയാണല്ലോ. ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. തൽക്കാലം നമുക്ക് ഇത്രയും കൊടുക്കാം. സോ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഈ പ്രോംപ്റ്റ് ഞാനൊന്ന് റൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ കറൻ്റ്ലി മോഡൽ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ പ്രോംപ്റ്റിനനുസരിച്ച് 2 ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ശരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ വെറുതെ ഈ ഒരു പ്ലേ ഗ്രൗണ്ടിനകത്ത് നമ്മളിത് ഈ ക്വറീസ് റൺ ചെയ്ത് റെസ്പോൺസ് കണ്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റണം. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് AI പറ്റിയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചിതിലേക്ക് വരിക. ഇനി നമുക്ക് ഈ ഒരു മോഡലിനെ നമ്മുടെ പ്രോജക്റ്റിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം.
അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമുക്കൊരു API കീ ആണ്. API കീ എന്ന് വെച്ചാൽ നമ്മുടെ മോഡലിനെ നമ്മുടെ അക്കൗണ്ടിൽ ഈ ഒരു യൂസർ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി, പ്രോഗ്രമാറ്റിക്കലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോജക്റ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ടെർമിനൽ വിൻഡോയിൽ നിന്നും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ആണ് ഈ API കീ എന്ന് പറയുന്നത്. ഇപ്പോൾ ബെഡ്റോക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അതായത് ബെഡ്റോക്ക് മോഡൽസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള API കീസ് നമുക്ക് അവൈലബിൾ ആണ് AWSൽ. സോ അത് 2 ടൈപ്പ് ഉണ്ട്. ഷോർട്ട് ടേം API കീസും ഉണ്ട്, ലോങ് ടേം API കീസും ഉണ്ട്. ഷോർട്ട് ടേം API കീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന API കീസ് വെറും 12 hours മാത്രമേ വാലിഡ് ആയിട്ടുണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഒരു കീ എക്സ്പയർ ആയി പോകും. പിന്നെ ഉള്ളത് ലോങ് ടേം API കീസ് ആണ്. ഇപ്പോൾ 12 hours മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കീ ജനറേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് പർപ്പസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഷോർട്ട് ടേം API കീ ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷോർട്ട് ടേം API കീസ് ടാബ് ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് ഷോർട്ട് ടേം API കീസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഒരു API കീ ജനറേറ്റ് ചെയ്ത് തരും. ഒരു ലോങ് ആയിട്ടുള്ള ഒരു API കീ ആണ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ മുകളിലൊരു വാർണിംഗ് മെസ്സേജ് ഉണ്ട്. നമ്മളിപ്പോൾ ഇത് കോപ്പി ചെയ്ത് സെക്യൂർ ആയിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഇത് മിസ്സായി പോകും. നമുക്ക് പിന്നെ ഈ കീ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു API കീ കോപ്പി ചെയ്ത് സെക്യൂർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ, ഇതിപ്പോൾ ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കീ ഞാൻ റിവീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു API കീ ഒരിക്കലും ഇങ്ങനെ റിവീൽ ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരു കീ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു മോഡലിലേക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഈ കീ ഇങ്ങനെ റിവീൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഞാനിപ്പോൾ ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമുക്കൊരു പൈത്തൺ സ്ക്രിപ്റ്റ് വേണം. പൈത്തൺ സ്ക്രിപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ താഴെ ലേൺ മോർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആമസോൺ ഈ ഒരു API കീ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് എക്സാമ്പിൾസും ട്യൂട്ടോറിയൽസും കാണിക്കുന്ന ഒരു പേജിലേക്ക് പോകും. അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ആമസോൺ ബെഡ്റോക്ക് API ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പല രീതിയിൽ നമുക്ക് പൈത്തൺ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ മോഡൽസിലോട്ട് റിക്വസ്റ്റ് അയക്കാം, എങ്ങനെ അത് റിസീവ് ചെയ്യാം എന്നുള്ള എക്സാമ്പിൾസ് വരും. സോ അതിനകത്ത് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ HTTP ക്ലയൻറ്റ് യൂസിങ് പൈത്തൺ ആണ്. അതിൻ്റെ ഒരു സാമ്പിൾ കോഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് കോപ്പി ചെയ്ത്, സോ ഇപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് മോഡലായിട്ട് എടുത്തുകൊണ്ട് അതിനെ കോപ്പി ചെയ്ത് ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ഈ ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു URL ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലും ടൈപ്പ് ഓഫ് കോൺവെർസേഷനും അനുസരിച്ച് ഈ URLൻ്റെ ഈ ഒരു പോർഷൻ മാറും. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡലാണ്. ആന്ത്രോപിക്കിൻ്റെ ക്ലൗഡ് 3.5 ഹൈക്കു എന്ന് പറയുന്ന മോഡലാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് പേലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മോഡലിലേക്ക് അയച്ചു കൊടുക്കുന്ന ഡേറ്റയാണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്ന 2 കാര്യം എന്ന് പറയുന്നത് മെസ്സേജും ഇൻഫറൻസ് കോൺഫിഗും ആണ്. മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോംപ്റ്റും, ആ പ്രോംപ്റ്റ് ഏത് റോളാണ്, യൂസറാണോ സിസ്റ്റമാണോ അതുപോലെ അസിസ്റ്റൻ്റ് ആണോ എന്നുള്ള ആ ഒരു ഇൻഫർമേഷനും. ഇപ്പോൾ യൂസർ എന്ന് വെച്ചാൽ നമ്മളാണ് യൂസർ. അസിസ്റ്റൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു മോഡൽ നമുക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ റോൾ അസിസ്റ്റൻ്റ് ആയിരിക്കും. അത് ഇതിൽ നിന്ന് വരുന്ന റെസ്പോൺസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് കൂടാതെ തന്നെ ഇൻഫറൻസ് കോൺഫിഗ് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു, മാക്സിമം ടോക്കൺ, ടെമ്പറേച്ചർ, ടോപ്പ് എന്നൊക്കെ പറയുന്ന പല ഇൻഫറൻസ് കോൺഫിഗറേഷൻ. സോ ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പേലോഡിനകത്ത് വരുന്നത്. ഓർക്കുക, പേലോഡ് എന്ന് പറയുന്നത് നമ്മൾ മോഡലിന് അയച്ചു കൊടുക്കുന്ന ഇൻഫർമേഷനാണ്. ഇനി നമ്മളൊരു വെബ് റിക്വസ്റ്റ് ആണ് അയക്കുന്നത് അല്ലേ, അതിന് വേണ്ടിയിട്ട് ഹെഡേഴ്സ് വേണം. ഹെഡേഴ്സ് മെയിനായിട്ട് വരുന്നത് കണ്ടന്റ് ടൈപ്പും അതുപോലെ ഓതറൈസേഷൻ ഹെഡറും ആണ്. കണ്ടന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന കണ്ടന്റ് ടൈപ്പ് ഇതൊരു JSON ഫോർമാറ്റ് ആണല്ലോ. ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് JSON പേലോഡാണ്. അതുകൂടാതെ തന്നെ ഈ ഓതറൈസേഷനിൽ ഇവിടെയാണ് നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത കീ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ആ ഒരു കീ ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് ഈ ഒരു URLലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു URLലേക്ക് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ നീറ്റായിട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഒരു കോഡ് ബ്ലോക്ക് ചെയ്യുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്തായിരിക്കും റെസ്പോൺസ് എന്ന് നോക്കാം. ഓക്കെ 1.8 സെക്കൻഡ് എടുത്തു. അതിൽ നിന്ന് നമുക്ക് ഒരു റെസ്പോൺസ് വന്നു. ഓക്കെ,
കണ്ടില്ലേ, ഇത് ഇത്രയുമാണ് നമുക്ക് മോഡലിൽ നിന്നും വന്ന റെസ്പോൺസ്. അതിനകത്ത് ഔട്ട്പുട്ടിനകത്ത് മെസ്സേജിനകത്ത് കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കൊടുത്ത ആ ഒരു ക്വസ്റ്റ്യൻ്റെ, അതായത് ഇൻവെൻറ്റ് എ ഫണ്ണി സൂപ്പർ ഹീറോ നെയിം ഫോർ എ പേഴ്സൺ ഹു ലവ്സ് കോഡിംഗ് ഇൻ പൈത്തൺ ആൻഡ് കോഫി. ഓക്കെ, അതിൻ്റെ റെസ്പോൺസാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിപ്പോൾ ഇവിടെ വെച്ച് നിർത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ടോക്കൺസ് 50 കൊടുത്തുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഈ 50 മാറ്റിയിട്ട് ഇപ്പോൾ ഒരു 100 കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്ത് കൂടിയ ഒരു റെസ്പോൺസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, കുറച്ചുകൂടെ ലെങ്ത്ത് കൂടിയ ഒരു റെസ്പോൺസ് കിട്ടി. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന മെസ്സേജിൻ്റെ റോളെന്ന് പറയുന്നത് യൂസറാണ്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മെസ്സേജിൻ്റെ റോളെന്ന് പറയുന്നത് അസിസ്റ്റൻ്റാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനും ഉണ്ട് ഇവിടെ. ഇപ്പോൾ സ്റ്റോപ്പ് റീസൺ, മാക്സിമം ടോക്കൺ, അതായത് മാക്സിമം ടോക്കൺ റീച്ച് ചെയ്തത് കൊണ്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്തത്, അതായത് ഈ ഒരു ഔട്ട്പുട്ട് സ്റ്റോപ്പ് ചെയ്തത്, അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ആ ഒരു മെസ്സേജ് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡ് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇതാണ് നമുക്ക് വന്ന റെസ്പോൺസ്. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോജക്റ്റുകളിലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസിലും ബെഡ്റോക്കിൻ്റെ മോഡൽസിനെ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളിങ്ങനെ നമ്മുടെ പൈത്തൺ കോഡിൽ ഈ ഒരു ടോക്കൺ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഏതെങ്കിലും സെക്യൂർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ, ഇപ്പോൾ നമ്മൾ ആമസോണിലാണ് യൂസ് ചെയ്യുന്നത്, ഈ സീക്രട്ട് മാനേജർ പോലുള്ള ഏതെങ്കിലും ഒരു സർവീസിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ bot-o3 ക്ലയൻറ്റ് വെച്ചിട്ട് കോൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരിക്കലും കോഡിനകത്ത് ഈ സീക്രട്ട് വാല്യൂസ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കോഡും ബാക്കി കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടെ എളുപ്പത്തിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സർവീസസ് AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.